12-13 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയാതെ, കുട്ടികളിൽ ഒരു മാറ്റം സൃഷ്ടിക്കാൻ പറ്റാതെ, കുട്ടികളെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റാതെ ഒക്കെ ബുദ്ധിമുട്ടുന്ന ധാരാളം പേരൻസ് ഉണ്ട്. പലപ്പോഴും വിളിച്ച് എന്നോട് ചോദിക്കാറുണ്ട്, സാറേ ആരെയാണെന്ന് കാണിക്കണ്ടേ, കുട്ടിയെ എവിടെ കൊണ്ടുപോയാൽ രക്ഷപ്പെടുത്താം, സാറിന് കുട്ടികളുമായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ധാരാളം പേരൻസ് ഉണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഒരു പേരൻ്റ് എന്ന നിലയിൽ ഒരു ടീനേജറിനെ കൈകാര്യം ചെയ്യാനുള്ള പക്വതയിലേക്കും അപ്ഡേഷനിലേക്കും പലപ്പോഴും പേരൻസ് വരാത്തതാണ്. പേരൻറ്റിങ്ങും ഒരു കണ്ടിന്യൂസ് പഠനം ആവശ്യമുള്ളൊരു പ്രക്രിയയാണ്. നമ്മൾ ബാല്യത്തിൽ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന പോലെ നമ്മൾ ടീനേജിൽ അതേപടി കുട്ടികളെ കൈകാര്യം ചെയ്താൽ കുട്ടികളെ അസ്വസ്ഥരാക്കും. അത് കുട്ടികൾ അസ്വസ്ഥരാകുന്നു എന്ന് മാത്രമല്ല, കുട്ടികൾ ഡെവലപ്പ് ചെയ്യത്തുമില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചൈൽഡ്ഹുഡിൽ കുട്ടികളെ വളർത്തുന്ന രീതികൾ തന്നെ ടീനേജിൽ വരുമ്പോൾ മാറേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഒരു 13+ കുട്ടികളിൽ നമുക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ, പേരൻറ്റിങ് അപ്രോച്ചിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായ മാറേണ്ട മാറ്റങ്ങൾ, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. പലപ്പോഴും ഈ 13കാരുടെ പേരൻസ് വിളിക്കാറുണ്ട്. 8ലും 9ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്, ചിലർ 7ലായിരിക്കും പഠിക്കുന്നത്. സാറിന് അവരോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. കാരണം പേരൻസിന് പലപ്പോഴും അവരുമായിട്ട് കാര്യമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പേരൻസ് പറഞ്ഞിട്ടൊന്നും അവരിൽ മാറ്റങ്ങളുണ്ടാകുന്നില്ല. പേരൻസ് ലെവലിലുള്ള ഇൻഫ്ലുവൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു, വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. പേരൻസ് പലപ്പോഴും ഹെൽപ്ലെസ് ആയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ആരെക്കൊണ്ടെങ്കിലും ഒന്ന് പറയിപ്പിക്കാം എന്നുള്ളൊരാഗ്രഹത്തിലാണ് പലപ്പോഴും എൻ്റെ വീഡിയോ ഒക്കെ കേട്ടിട്ട് പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, സാറിനൊന്ന് സംസാരിക്കാം. ഞാൻ ഈ കാര്യത്തിൽ വളരെ റിസർവേഷൻസ് ഉള്ള ഒരാളാണ്. കാരണം കുട്ടികൾ 13 വയസ്സിലും 12 വയസ്സിലും 14 വയസ്സിലും ഒക്കെ കുട്ടികളുടെ ഏത് കാര്യത്തിലും ഇടപെട്ടത് കറക്റ്റ് ചെയ്യേണ്ടത് പേരൻസ് തന്നെയാണ്. ഇതിനകത്ത് വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമുണ്ട്. കാരണം കുട്ടികളുടെ ജീവിതത്തിൽ ചില താളപ്പിഴകളൊക്കെ വരുമ്പോൾ, ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, ഇഷ്യൂസൊക്കെ വരുമ്പോൾ, ആ സമയത്ത് പേരൻ്റ് അവരുമായിട്ട് നല്ല രീതിയിൽ ഇടപെടാവുന്നുണ്ടെങ്കിൽ ആ പേരൻറ്റും കുട്ടിയും തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ട് വളരെ മെച്ചപ്പെടുകയും അത് കാലാകാലങ്ങളിൽ അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു അടിസ്ഥാനമാകുകയും ചെയ്യും. ഒരുപക്ഷെ അതൊക്കെയാണ് കുട്ടികൾ വളർന്നു കഴിയുമ്പോൾ അവർ ഓർക്കുന്നത്. എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ, എനിക്കൊരു പ്രയാസം വന്നപ്പോൾ, എനിക്ക് ചില വിഷമങ്ങൾ വന്നപ്പോൾ ഒക്കെ പേരൻ്റ് എൻ്റെ കൂടെ നിന്നു എന്നുള്ളത് അവർക്ക് ഓർക്കാനും ആ ഓർമ്മകളിലേക്കാണ് അവർ നാളെ തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്നത്. പലപ്പോഴും അതിനുള്ള അവസരങ്ങളാണ് നമ്മളിങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്ത് ആരെയെങ്കിലും ഏൽപ്പിച്ച് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിവൃത്തിയില്ലാതെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ആദ്യം അതിനൊരു സ്വന്തം നിലയിൽ അതിനൊരു പരിഹാരമുണ്ടോ എന്നുള്ള എല്ലാ പോസിബിലിറ്റീസും അന്വേഷിച്ചതിന് ശേഷമാണ് കുട്ടികളുമായിട്ട് ഇടപെടേണ്ടത്. ഞാനപ്പോൾ പേരൻസിനോട് പലപ്പോഴും പറയുന്നൊരു കാര്യം, പേരൻ്റ് ആദ്യം പ്രോപ്പർലി ഗൈഡഡ് ആകുക, പേരൻ്റ് തന്നെ ഇടപെട്ട് നോക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സഹായങ്ങൾ നമുക്ക് എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് പറയുന്നത്. ഈ 13ലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ടീനിലേക്ക് വരുമ്പോൾ, ചൈൽഡ്ഹുഡിൽ അവർക്ക് കൊടുത്തിരുന്നൊരു പേരൻറ്റിങ് തന്നെ കണ്ടിന്യൂ ചെയ്യരുത്. അത് വലിയൊരു അപകടമാണ് പലപ്പോഴും. കാരണം കുട്ടി ടീനേജിലേക്ക് വന്നു, കുട്ടിക്ക് ഒരു മാറ്റം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കുട്ടിക്കൊരു മാറ്റം അനിവാര്യമാണ്. ആ സമയത്ത് നമ്മളൊരു ചൈൽഡ്ഹുഡിൽ എങ്ങനെയാണ്, ബാല്യത്തിൽ എങ്ങനെയാണ് കുട്ടികളെ കൈകാര്യം ചെയ്ത് അതേ രീതി തന്നെ തുടരുന്നത് കുട്ടികളെ അസ്വസ്ഥരാക്കും, കുട്ടികൾക്കത് ഇഷ്ടമില്ലാതാക്കും, അത് കുട്ടികളും പേരൻറ്റും തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണമാകും. മാത്രമല്ല അത് കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെയും ബാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചൈൽഡ്ഹുഡിൻ്റെ ഒരു പേരൻറ്റിങ്ങിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യസ്തത ഒരു ടീനേജിലേക്ക് വരുമ്പോൾ ആവശ്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് അത്തരം കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ മൈക്രോ മാനേജ്മെൻ്റ് അങ്ങ് നിർത്തണം. 24 മണിക്കൂർ അവരുടെ പുറകിൽ ഇങ്ങനെ നടന്ന് കുഞ്ഞുങ്ങളാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അവർ അസ്വസ്ഥരാകും. ചിലരത് സൗകര്യമായിട്ടിരുന്ന് അവർ ഡെവലപ്പ് ചെയ്യാതിരിക്കും. ഇത് രണ്ടും അപകടമാണ്. അപ്പോൾ കുട്ടികൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നെങ്കിൽ അത് സ്വാഭാവികമാണ്. എല്ലാ കാര്യത്തിനും അവരുടെ പുറകിൽ ഇങ്ങനെ നടക്കാതെ നമ്മുടെ റോൾ ഒരു കൺസൾട്ടൻറ്റിൻ്റെ റോളാണ്. എന്താണ്, തെറ്റൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക, ശരിയാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ആവശ്യമുള്ളിടത്ത് ഇടപെടുക, അതായിരിക്കും കുറച്ച് നല്ലത്. അപ്പം അങ്ങനെ നമുക്ക് ആവശ്യമുള്ളിടത്ത് ഇടപെടുകയും ആവശ്യമില്ലാത്തടത്ത് അവരെ ഒന്ന് ഫ്രീ ആയിട്ട് വിടുകയും ചെയ്യുക. അല്ലാതെ എപ്പോഴും ഇങ്ങനെ മൈക്രോ മാനേജ് ചെയ്ത് നീ എവിടെ പോകുന്നു, എന്ത് ചെയ്തു, അവിടെ ചെന്നപ്പോൾ എന്തായി, ഇവിടെ ചെന്നപ്പോൾ എന്തായി, ചില കുട്ടികൾക്കത് വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടാക്കിയെന്നിരിക്കും. അപ്പോൾ
കുറച്ചൊക്കെ അവർക്ക് ഫ്രീഡം കൊടുക്കുകയും അവർക്ക് ആവശ്യമുള്ളിടത്ത്, തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്, ചില തെറ്റുകളൊക്കെ കുട്ടികൾ പോയി വീഴാനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ അവരുടെ ദൈനംദിന കാര്യങ്ങളിലൊക്കെ അവർക്ക് കറക്ഷൻ വരുത്തേണ്ടതായിട്ടുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട്, ഡെവലപ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ട ഒരു ഗൈഡൻസാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. രണ്ടാമത്തേത് വളരെ പ്രധാനമായ ഒരു കാര്യം, അഡ്വൈസ്, ലെക്ചർ ഇതൊക്കെ അങ്ങ് നിർത്തുക. ചിലരൊക്കെ അങ്ങ് ഭയങ്കര ഉപദേശമാണ്, ഭയങ്കര ലെക്ചറുകൾ, മണിക്കൂറുകളുടെ ലെക്ചറുകൾ അങ്ങ് നടത്തും, ഒരു പ്രയോജനവുമില്ല. ആദ്യം വേണ്ടത് ലിസണിങ് ആണ്. നമ്മൾ അവരെ ശരിക്ക് കേൾക്കുക. ശരിക്ക് കേട്ടതിന് ശേഷം അവർക്ക് എവിടെയൊക്കെയാണോ അവരുടെ ആ കോഗ്നിറ്റീവ് ഏരിയയിൽ, അല്ലെങ്കിൽ ഒരു റാഷണൽ ഏരിയയിൽ, ഒരു ചിന്താ രീതിയിലൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടത്, അവിടെ ആ കാര്യങ്ങളെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുക. അത് വളരെ ലെവൽ പ്ലേയിങ് ആയിട്ട് അവരെ മാനിച്ചുകൊണ്ട്, അവരെയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് അവരോട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്താൽ നല്ല പോസിറ്റീവ് മാറ്റങ്ങൾ കുട്ടികളിലുണ്ടാകും. അതിന് നല്ല ഡെവലപ്മെൻറ്റ് പേരൻറ്റിലുണ്ടാവണം. കാരണം ഈ കുഞ്ഞുങ്ങളെ വളർത്തിയ പേരൻ്റ് അല്ല ടീനേജറിനെ വളർത്തേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് പേരൻ്റ് അപ്ഡേറ്റഡ് ആകണം, പേരൻ്റ് ഡെവലപ്ഡ് ആകണം, പേരൻറ്റിൻ്റെ രീതികളിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരണം. അടിയും ബഹളവും വഴക്കും ശബ്ദവും കുറ്റം പറച്ചിലും ഒന്നും ഈ ടീനേജിൽ ചിലപ്പോൾ വില പോകില്ല. അത് കൗണ്ടർ പ്രൊഡക്റ്റീവാണ്. നേരെ മറിച്ച് അവരുമായിട്ട് പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. ഗിവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ് ഏറ്റവും നന്നായി ഉപയോഗിക്കാവുന്ന ഒരു സ്ഥലമാണിത്. മൂന്നാമത്, അവർക്ക് പ്രൈവസി ആവശ്യമുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ അവർ പ്രൈവറ്റായിട്ട് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മാറി ചെയ്യാനൊക്കെ തുടങ്ങും. പ്രത്യേകിച്ച് പിയർ ഗ്രൂപ്പിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു പ്രായമാണ്. ആ പിയർ ഗ്രൂപ്പിലേക്കുള്ള ഷിഫ്റ്റ് വളരെ അനിവാര്യവുമാണ്. ഫ്രണ്ട്സൊക്കെ ഉണ്ടാവണം, ഫ്രണ്ട്സുമായിട്ടൊക്കെ അവർ ഇടപെടണം. ഫ്രണ്ട്സുമായിട്ടൊക്കെ വരുമ്പോൾ പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് കുറച്ചൊക്കെ മറയ്ക്കാനൊക്കെ ശ്രമിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അതിന് കുറച്ച് പ്രൈവസിയൊക്കെ അവർക്ക് ആവശ്യമാണ്. ആ പ്രൈവസിയൊക്കെ അല്ല, എപ്പോഴും അങ്ങ് സസ്പീഷ്യസ് ആകുന്നത് ഒരു റോങ് പാരൻറ്റിങ് ആണ്. എപ്പോഴും നിങ്ങൾ അവരെ ഇങ്ങനെ സംശയത്തോടെയാണ് കാണുന്നതെങ്കിൽ അത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിൻ്റെ ഒരു പ്രശ്നവും, രണ്ട്, അവരിൽ ഒരു ഡെവലപ്മെൻറ്റിനെ തടയുകയും ചെയ്യും. അവരുടെ സെൽഫ് എസ്റ്റീം ഒന്നും വളരില്ല, അവർക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാവില്ല, ദേ ഫീൽ ഓക്വേർഡ്. അപ്പോൾ അവർക്കൊരു എപ്പോഴും സസ്പീഷൻ എന്ന് പറയും. സസ്പീഷൻ്റെ നീഡുള്ളിടത്ത് സസ്പീഷൻ ആവാം, കുഴപ്പമില്ല. പക്ഷെ അതെപ്പോഴും അങ്ങനെ എല്ലാം ഒരു സംശയത്തോടെ കാണുകയും കുട്ടികൾ ഒന്ന് മുറി അടച്ചു കഴിഞ്ഞാൽ ഉടനെ സസ്പീഷൻ ആവുകയോ ഒക്കെ ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് വെരി റോങ്. നാലാമതായിട്ട് നമുക്കൊരു സൈഡ് വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നൊരു രീതിയുണ്ട്. ഞാൻ ഇന്ന് വായിച്ച ഒരു കാര്യമാണ്, എനിക്ക് വളരെ നല്ലതെന്ന് തോന്നിയുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. ഒരു സൈഡ് വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ടീനേജിലെത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ മുഖാമുഖം ഇരുന്ന് കുട്ടികളോട് സംസാരിക്കുന്നത് കുട്ടികൾക്ക് അത്ര ഇഷ്ടമായിട്ട് ചിലപ്പോൾ തോന്നത്തില്ല. പക്ഷേ നമ്മളൊരു കാർ റൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ സൈഡിൽ ആ കുട്ടിയുണ്ട്. നമ്മൾ കാർ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനോട് പറയേണ്ടത് പറഞ്ഞാൽ അത് കാര്യം അങ്ങ് എത്തുകയും ചെയ്യും. എന്നാൽ വലിയൊരു എംബാരസ്മെൻ്റ് ഉണ്ടാകത്തുമില്ല. അതുപോലെ തന്നെ ഒരു നടക്കാൻ പോകുമ്പോഴോ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ അവരോട് അവരോട് സംസാരിക്കുന്ന രീതി വളരെ നന്നായിരിക്കും. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഇപ്പം ഞാൻ ചില വീഡിയോയിലൊക്കെ ഞാൻ ദൈവത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പരാമർശിക്കാറുണ്ട്. ഒരു വീഡിയോയ്ക്കകത്ത്, ഒരു കണ്ടൻറ്റിനകത്ത് ഇതൊക്കെ വരും. കാരണം ഞാനൊരു ദൈവവിശ്വാസി ആയതുകൊണ്ടാണ്. അതൊക്കെ ചിലർക്ക് ഇഷ്ടമല്ലാതെ വളരെ മോശം കമൻറ്റൊക്കെ എൻ്റെ താഴെ ഇടുന്നുണ്ട്. എനിക്ക് ഏത് തരത്തിലുള്ള ആൾക്കാരോടും പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരാളാണ്. ദൈവവിശ്വാസികളെ, വിശ്വാസം ഇല്ലാത്തവരെ, ദൈവത്തിൻ്റെ പേരിൽ മുതലെടുക്കുന്നവരെ എനിക്കിഷ്ടമല്ല. വിശ്വാസം ഇല്ലായ്മയുടെ പേരിൽ മുതലെടുക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസത്തെ ഞാൻ മാനിക്കുന്നു, നിങ്ങളുടെ എല്ലാവരുടെയും നിലപാടുകളെ മാനിക്കുന്നു, നിങ്ങളുടെ എല്ലാവരുടെയും രാഷ്ട്രീയത്തെയും ഒക്കെ മാനിക്കുന്നു. അത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നതാണെന്ന് കണ്ടാൽ ഞാൻ അങ്ങനെയുള്ളിടത്തുനിന്ന് വിഡ്രോ ചെയ്യുന്ന ഒരാളാണ്. അത്തരം ആൾക്കാർ, പ്രത്യേകിച്ച് ജാതിയും മതവും വർഗവും രാഷ്ട്രീയവും ഒക്കെ കലക്കി മറ്റ് ഇൻറ്റൻഷനോടുകൂടി പ്രവർത്തിക്കുന്നവരെ ഞാൻ ഒരിക്കലും ടോളറേറ്റ് ചെയ്യില്ല. അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നൊക്കെ ആളായതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കുട്ടികളോട് പറയാനുള്ളത് ആ പ്രാർത്ഥിക്കുന്ന സമയത്തങ്ങ് പറഞ്ഞാൽ പോലും കുട്ടികൾ കേൾക്കും. ഞാൻ ഈ ഒരു പോയിൻ്റ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഒരു സൈഡ് വേ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് പലപ്പോഴും കുട്ടികളിൽ ഉപയോഗിക്കാം.
അത് ഓരോരുത്തരുടെയും ജീവിതത്തിനനുസരിച്ച് ഈ സൈഡ് വേ, ഇപ്പോൾ ചിലർക്കാണ് പാടാ നമുക്ക് ഒരിടം വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവനെ ഒരു കാറിൽ കയറ്റിയിരിക്കുന്ന മോളെ കാറിൽ നമ്മുടെ കൂടെയൊക്കെ യാത്ര ചെയ്യിക്കുമ്പോഴൊക്കെ നമുക്ക് ഓരോരുത്തർക്കും, ഞാനിതൊക്കെ പറയുമ്പോഴും എന്നെപ്പോലെ എല്ലാവരും ഫോളോ ചെയ്യുമൊന്നും വേണ്ട, ഞാൻ ഇത് പറഞ്ഞെന്നും പറഞ്ഞ് എല്ലാവരും ഫോളോ ചെയ്യാനല്ല, പക്ഷെ ഞാൻ പല എക്സാമ്പിളുകൾ കാണിക്കുകയാണ്. ഓരോരുത്തരും ആൾക്കാർക്കും ഇതിൽ നിന്നകത്തുനിന്ന് വേണ്ടത് പിക്ക് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അഞ്ചാമതായിട്ട് നമ്മൾ ഒരു പോട്ടിൽ മാറ്റി വെച്ച ചെടിയെ പോലെ വേണം നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാൻ. നമ്മുടെ മൂട്ടിൽ തന്നെ നിന്ന് വളരുന്ന ഒന്നിൽ നിന്ന്, അതാണ് ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്, അതിൽ നിന്ന് നമ്മൾ പറിച്ച് മാറ്റി വെച്ച ഒരു ചെടിയായിട്ട് അതിനെ കാണാം. അതിനൊരു ഇൻഡിപെൻഡൻസ് ആവശ്യമാണ്. നമ്മൾ ആ ഇൻ്റർ ഡിപ്പെൻഡൻസ് നിലനിർത്തുന്നതോടൊപ്പം തന്നെ അതിനെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരാൻ അനുവദിക്കുകയും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഒരു ചട്ടിക്കകത്തോട്ട് കണ്ടമാനം വെള്ളം ഒഴിച്ചാൽ അത് നശിച്ചു പോകും, കണ്ടമാനം വളമിട്ടാൽ നശിച്ചു പോകും, ഇതില്ലാതെ വന്നാലും നശിച്ചു പോകും. അപ്പോൾ നമുക്ക് ആവശ്യമനുസരിച്ച് അതിനൊരു ഇൻഡിപെൻഡൻസ് ഓണർ ചെയ്തുകൊണ്ട് അതിനെ വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ആ ഇൻഡിപെൻഡൻസ് ആണ് പിന്നീട് ഒരു കുട്ടിയെ ഇൻഡിവിജ്വലായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ കേപ്പബിൾ ആക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പാരസൈറ്റ് പോലെ ഈ കുട്ടിയെ വളർത്തിക്കഴിഞ്ഞാൽ ഈ കുട്ടി ഇൻഡിപെൻഡൻ്റ് ആവില്ല. പല കുട്ടികളും വളർന്നു കഴിഞ്ഞിട്ടും അവരെ കൊള്ളിക്കില്ല. എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ കുട്ടികളുടെ അമ്മമാരാണ് എന്നെ വിളിക്കുന്നത്, സാറേ മോന് ജോലിയൊന്നും ആയിട്ടില്ല. ഞാൻ ചോദിച്ചു, മോന് വിളിക്കാൻ അറിയില്ലേ? എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് മോന് വിളിക്കാൻ അറിയില്ല, മോൾക്ക് വിളിക്കാൻ അറിയില്ല. അത്തരം അപ്പന്മാരൊക്കെ ഉണ്ട്. കുട്ടികളെ എങ്ങും ഒറ്റയ്ക്ക് വിടുന്നില്ല, ഒരു കാര്യത്തിനും അവരെ കേപ്പബിൾ ആക്കുന്നില്ല. അപ്പം ഇതൊക്കെ ജീവിത നൈപുണ്യങ്ങൾ പഠിപ്പിക്കേണ്ട സമയമാണിത്. ടീനേജ് ഈസ് ദ ബെസ്റ്റ് ടൈം ഫോർ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഇറ്റ്സ് ദ ബെസ്റ്റ് ടൈം ഫോർ ഇംപ്രൂവിങ് ലൈഫ് സ്കിൽസ്. ഇതൊക്കെ നമ്മൾ കുട്ടികളിൽ വളർത്തിയെടുക്കണം. അവർക്ക് സ്വന്തമായി കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ അവരെ കേപ്പബിൾ ആക്കണം. നമ്മൾ പതുക്കെ പുറകോട്ട് മാറണം, ആവശ്യമുള്ളിടത്ത് മാത്രം ഇടപെടണം, എങ്കിൽ മാത്രമേ അത് കേപ്പബിൾ ആവുള്ളൂ. അപ്പോൾ അവിടെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, നമ്മളങ്ങ് ഇടപെട്ട് അങ്ങ് പെർഫെക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ കുട്ടി ഇംപെർഫെക്റ്റ് ആയി പോകും. നമ്മുടെ ആ പേരൻറ്റിങ് കാലഘട്ടത്തിൽ കുറേ കയ്യടികൾ വാങ്ങിക്കാനും കുറേ മാർക്ക് വാങ്ങിക്കാനും കുറേ സക്സസ് വാങ്ങിക്കാനും കുറേ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനും ഒക്കെ നമ്മളങ്ങ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഒരിക്കലും ഇത് വിഡ്രോ ചെയ്യേണ്ട സമയം വരുമ്പോൾ ഈ കുട്ടികൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്വാളിറ്റി ഉള്ളവരായിരിക്കത്തില്ല, ഇവർ കേപ്പബിൾ പീപ്പിൾ ആയിരിക്കത്തില്ല. ഇപ്പോൾ ടീനേജ് തുടങ്ങുമ്പോൾ മുതൽ തന്നെ പതുക്കെ അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കാനും കൂടി അവർക്ക് ആവശ്യത്തിനുള്ള ഫ്രീഡം കൊടുക്കാനും ഒക്കെ ശ്രമിക്കുക. അവരെ കൊണ്ട് തന്നെ എല്ലാം ചെയ്യിക്കുക, പുറകോട്ട് മാറി നിൽക്കുക, അവരെ ഫ്രണ്ട് സീറ്റിലിരുത്തുക, അവരെ ഡ്രൈവർ സീറ്റിലേക്ക് ഇരുത്തുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ആറാമത്തെ വളരെ പ്രധാനമായൊരു കാര്യം, ഒരു 13ലും 14ലും ഒക്കെ ഫെയിൽ ചെയ്യുന്നതാണ് 24ൽ ഫെയിൽ ചെയ്യുന്നതിനേക്കാൾ നല്ലത്. സോ ലെറ്റ് ദം ഫെയിൽ. അവർ തോൽക്കട്ടെ, അതിൻ്റെ കോൺസിക്വൻസസ് അവർ തന്നെ നേരിടട്ടെ, ചെറുതായിട്ടൊന്ന് മുറിയട്ടെ, ചെറുതായിട്ടൊന്ന് ഒടിയട്ടെ, ഒരു കുഴപ്പമില്ല. ഈ 13ലെയും 14ലെയും വീഴ്ചകൾ, തോൽവികൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വളരെ നല്ലതാണ്. അതവരെ കരുത്തരാക്കാൻ സഹായിക്കും. അല്ലാതെ അത് 24ൽ പോയിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ അപകടങ്ങളാണ്. കാരണം 24ലെ ഫെയിലിങ് വളരെ കോസ്റ്റ്ലിയാണ്. മാത്രമല്ല അത് അവിടെ ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലും ആയിരിക്കത്തില്ല അവർ. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഇതൊക്കെ ചെറിയ പ്രായമാണ്, പെട്ടെന്ന് തന്നെ അവരെ അങ്ങ് വലുതാക്കാനൊന്നും ശ്രമിക്കേണ്ട. അവർ ആ പ്രോസസ്സിലൂടെ പോകട്ടെ. ദർ ഈസ് നത്തിങ് കോൾഡ് ഫെയിലിംഗ്, ദർ ഈസ് ഓൺലി വൺ തിങ് കോൾഡ് ലേണിംഗ്. എല്ലാ തോൽവികളും ഒരു പഠനമാണ്. അപ്പോൾ ആ പഠനത്തിലൂടെ അവർ പോകട്ടെ. ഒരു പരീക്ഷയ്ക്ക് തോറ്റു, ഒരു ടെസ്റ്റ് പേപ്പറിന് തോറ്റാലും ഒരു കുഴപ്പമില്ല, ഒരു മിഡ് ടേം എക്സാമിന് തോറ്റാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ഫൈനൽ എക്സാമിന് തോക്കാതിരിക്കാനായിട്ട് അത് എങ്ങനെ ഉപകരിക്കാം, അല്ലെ ആ സാഹചര്യത്തിൽ നിന്ന് എന്ത് പഠിച്ച് ആ ഫൈനൽ എക്സാമുകളെ ബെറ്ററാക്കാം, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. അല്ല എൻ്റെ കുട്ടി ഒന്നിനും തോക്കരുത്, എൻ്റെ കുട്ടിക്ക് ഒന്നിനും ഒരു കുറവ് വരരുത്, എൻ്റെ കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് ബ്ലാങ്കറ്റ് ഇട്ട് ഈ കുട്ടികളെ മൂടി സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് പിന്നീട് അവർക്ക് വലിയ വീഴ്ചകൾ വരാനുള്ള സാധ്യതകളുണ്ടാകും. ജീവിതത്തെ നേരിടുമ്പോൾ ആ പ്രോസസ്സിൽ തോൽവി, തിരിച്ചടി, പ്രതിസന്ധികൾ, ഡിഫിക്കൽറ്റീസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. അവർക്ക് ഒരുപാട് അബണ്ടൻസ് കൊടുത്ത് വളർത്തരുത്. നമുക്കൊത്തിരി സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ആ സൗകര്യങ്ങളെല്ലാം കൂടെ അവർക്ക് കൊടുത്തു കളയരുത്. ഒരു ഹാർഡ് വേയിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യേണ്ടത്, ഒരു ഡെഫിഷ്യൻസിയിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഒരു റിസോഴ്സ് കുറവുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഇതുകൂടെ അവർ പഠിക്കണം. ആഹാരത്തെ പറ്റി അവർ പഠിക്കുന്നില്ല. ഈ ആഹാരം എങ്ങനെയാണ് വരുന്നത്, പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നു, വരുത്തുന്നു, കഴിക്കുന്നു, അങ്ങനെയല്ല. വീട്ടിൽ എന്തുണ്ട്, ഫ്രിഡ്ജിൽ എന്തുണ്ട്,
കിച്ചണിൽ എന്തുണ്ട്, അതിൽ നിന്ന് എന്തെനിക്ക് ഇപ്പോൾ ഒന്ന് കഴിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ മാനേജ് ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. അല്ല വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യുക, കഴിക്കുക. ഫോണ് ചാർജില്ല, ഉടൻ തന്നെ പിന്നെ റീചാർജ് ചെയ്തു, അങ്ങനെയല്ല. എല്ലാ കാര്യങ്ങളെയും ഒന്ന് മാനേജ് ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. നാളെ ഡ്രസ്സില്ല, അതുകൊണ്ട് പുതിയത് വാങ്ങിച്ചങ്ങ് ഇട്ടേക്കാണ്. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ട്രെയിനറാണ്. പുള്ളി എല്ലാ ദിവസവും പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചങ്ങ് ഇട്ടേക്കാണ്. പുള്ളി അതിനെപ്പറ്റി ആലോചിക്കുന്നേയില്ല. പുള്ളിക്ക് കിട്ടുന്നത് മുഴുവൻ പുള്ളി ഇങ്ങനെ ഡ്രസ്സ് വാങ്ങിച്ച് കളയുകയാണ്. പ്രായമായിട്ടും അതിനെപ്പറ്റിയുള്ള പക്വതയോ വിവരമോ ഒന്നുമില്ല. ആ മനുഷ്യമായിട്ട് ഞാൻ കുറച്ചു നേരം സംസാരിച്ചപ്പോഴാണ് പുള്ളി എന്നെ മനസ്സിലാക്കുന്നത് എന്തു വേണ്ടി പണമാണ് പുള്ളി അനാവശ്യമായി കളയുന്നത്. ഇത് നാളെ ഒരു സമയത്ത് നമുക്ക് ഇതുപോലുള്ള റിട്ടേൺ ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ സേവ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പണത്തിൻ്റെ ഉപയോഗം പഠിക്കണം. ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളെ മാനേജ് ചെയ്യാൻ പഠിക്കണം. മനുഷ്യരെ മാനേജ് ചെയ്യാൻ പഠിക്കണം. ഇതിനൊക്കെയുള്ള അവസരങ്ങൾ നമുക്ക് അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കണം. ചെറിയ ഫെയിലിംഗ് ഒക്കെ വളരെ ആവശ്യമാണ്. അതിന് ഏറ്റവും പ്രധാനമായി ടീനേജിൽ വേണ്ട ഒരു കാര്യം കണക്ഷനാണ്. കറക്ഷനേക്കാളും മുമ്പേ നിൽക്കേണ്ടത്. നമുക്ക് കുട്ടികളെ തിരുത്തേണ്ടതൊക്കെ വളരെ ആവശ്യമാണ്. കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. പക്ഷേ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവിടെ ഒരു പോലീസിൻ്റെ രീതിയിൽ അപ്രോച്ച് ചെയ്യല്ല വേണ്ടത്. ആദ്യം അവരുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകണം. ഞാൻ പലപ്പോഴും കാണുന്നൊരു കാര്യം, കുട്ടികളൊരു ക്രൈസിസിൽ വരുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികളും പേരൻസും തമ്മിൽ ഒരു ഡിസഗ്രിമെൻറ്റിൽ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസപ്പോയിൻമെൻറ്റിൽ വരുമ്പോൾ, ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾ മെച്ചുവേർഡ് ആയിട്ടില്ല. അവരൊരു വളരുന്ന പ്രായമാണ്. അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അവരുമായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്യണം. ഇമോഷണലായിട്ട് അവരുമായിട്ട് കൂടുതൽ അടുപ്പത്തിലേക്ക് വരണം. എങ്ങനെയാണ് ഇമോഷണലി അവരുമായിട്ട് അടുക്കുന്നത്? അവർക്കിഷ്ടമുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കണം നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്നത്. അവരെ ആശ്വാസപ്പെടുത്തി, അവരെ റെസ്പെക്റ്റ് ചെയ്ത്, അവർക്കൊരു റെക്കഗ്നീഷനും മറ്റും കൊടുത്ത്, അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത്, അങ്ങനെയാണ് അവരുടെ ഉള്ളിലേക്ക് നമ്മൾ കയറുന്നത്. അവരുമായിട്ട് കണക്ട് ചെയ്യാതെ അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് 13 വയസ്സുകാരനെ സാറിനൊന്ന് സംസാരിക്കാമോ, അല്ലെങ്കിൽ ആരുടെ അടുത്ത് കൊണ്ടുപോയാൽ ഇവനെ നേരെയാക്കാമെന്നൊക്കെ ചിന്തിക്കേണ്ടി വരുന്നത്. കാരണം അവരുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്കറിയില്ല. പല പേരൻസ് തമ്മിൽ തന്നെ നല്ല കണക്ഷനില്ല. കാരണം അവർക്ക് ആ വ്യക്തിത്വ വികസനം വന്നിട്ടില്ല. അവർക്ക് നല്ല ഒരു മാനവികമായ ഒരു ഹ്യൂമൻ സ്കിൽ അവരിൽ ഇല്ല. എങ്ങനെയാണ് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരാളെ ഇൻസ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരാളുമായിട്ട് ഇമോഷണലി കണക്റ്റ് ആകുന്നത്, അത് ജീവിതത്തിൽ ഒരിക്കലും പഠിച്ചിട്ടില്ലാത്ത പല പേരൻസും മക്കളുമായിട്ടും അതേ പ്രശ്നത്തിലേക്ക് വരികയാണ്. നേരെ മറിച്ച് ഇതൊക്കെ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യനുമായിട്ട് കണക്റ്റഡ് ആകുന്നത്, ഒരു കുഞ്ഞുമായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആകുന്നത്, അവൻ്റെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ആ പ്രശ്നങ്ങളെ നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. അവിടെ ജഡ്ജ്മെൻ്റൽ ആകാതിരിക്കണം. അപ്പോൾ പെട്ടെന്ന് ആലോചിക്കുന്ന, ഇപ്പോൾ സാറേ ഇത് ഭയങ്കര മാർക്ക് കുറവാണ്, ഇങ്ങനെ പോയാലൊന്നും പറ്റില്ല, മാർക്ക് കുറവായിരിക്കാം, ഇങ്ങനെ പോയാൽ പറ്റത്തില്ലായിരിക്കും. പക്ഷെ ആദ്യം കുട്ടിയുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആയേ പറ്റൂ. അത് ചിലപ്പോൾ 10ാം ക്ലാസ്സിൽ അതിനുള്ള സമയമൊന്നും കാണത്തില്ല, എന്നാലും നിങ്ങൾ കണക്റ്റ് ആയേ പറ്റൂ. 12ാം ക്ലാസ്സാണ്, സ്കൂളിൽ പോകാതിരിക്കുകയാണ്, പെട്ടെന്ന് എന്തെങ്കിലും നടപടി എടുക്കണം, കണക്റ്റ് ആയേ പറ്റൂ. കാരണം ഇന്ന് എന്തുകൊണ്ടാണ് ആ എമർജൻസി വന്നത്? നിങ്ങൾ കുറേ കാലമായിട്ട് കുട്ടിയായിട്ട് കണക്റ്റ് ആവാതിരുന്നത് കൊണ്ട് ഇപ്പോൾ അത് കണക്റ്റ് ആകാനുള്ള ടൈം ഇച്ചിരി കൂടുതലെടുക്കും. നേരെ മറിച്ച് നേരത്തെ പോലെ കണക്റ്റഡ് ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് ഒരു നോട്ടത്തിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കും. ഒരു ചെറിയ മുഖഭാവത്തിലെ വ്യത്യാസത്തിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കും. അതാണ് ഇമോഷണലി കണക്റ്റഡായ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഗുണം. അവർ ഒരു നോട്ടത്തിൽ പോലും ദേ കറക്റ്റ്, ദേ ചേഞ്ച്, ദേ ആക്സെപ്റ്റ് ഈച്ച് അതർ. ഇതൊരു വൈകാരിക ബന്ധമില്ലാതെ വന്നു കഴിഞ്ഞാൽ ആരെയും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ പല പേരൻസും ചോദിക്കുന്ന ഒരു കാര്യം, കുട്ടി എന്താ ഞങ്ങളെ മനസ്സിലാക്കാത്ത? അവിടെ ഞാൻ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, കുട്ടിയാണോ മെച്ചുവേർഡ്, പേരൻ്റാണോ മെച്ചുവേർഡ്? ആരാണ് മെച്ചുവേർഡ് അവരാണ് ആദ്യം കണക്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. നമ്മുടെ ആ മെച്യൂരിറ്റി, ഇത്രയും കാലത്തെ പ്രായവും പക്വതയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞുമായിട്ട് അടുക്കാൻ ശ്രമിക്കുക. അവരെ അൺകണ്ടീഷണലായിട്ട് അക്സെപ്റ്റ് ചെയ്യുക, അൺകണ്ടീഷണലായിട്ട് അവർക്ക് സ്നേഹം കൊടുക്കുക. തീർച്ചയായിട്ടും അവരിലൊരു ചേഞ്ച് ഉണ്ടാക്കാനുള്ളൊരു സാധ്യത തെളിഞ്ഞു വരും. ഇനിയും സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് അത്തരം കാര്യത്തിലൊക്കെ ഇടപെടുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു നീഡ്, ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് വേണമെന്നൊക്കെ തോന്നിയാൽ അതെടുക്കുന്നതിനൊന്നും ഒരു തെറ്റുമില്ല. അത് കുട്ടിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെളിയിൽ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുട്ടിയെ കൊണ്ടുപോയി, പലരും എന്നോട് പറയുന്നതാണ്, അവനെ കൊണ്ടുപോയി ഞങ്ങൾ കൗൺസിൽ ചെയ്യിച്ചു, അവളെ കൊണ്ടുപോയി കൗൺസിൽ ചെയ്യിച്ചു. അതൊക്കെ നിങ്ങളുടെ ഒരു ധാർഷ്ട്യമായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. കുട്ടിക്കത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ, പേരൻ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ മാറാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ കുട്ടിയുടെ പുറത്തതെല്ലാം കൂടെ കൊണ്ടിടാനായിട്ട് ശ്രമിക്കുന്നത് ആ കുട്ടിയെ നിങ്ങളിൽ നിന്ന് അകറ്റത്തേ ഉള്ളൂ. ആ കുട്ടിയെ കൂടുതൽ നമ്മൾ പരിക്കേൽപ്പിക്കത്തേ ഉള്ളൂ. ആ കുട്ടിയുടെ പ്രശ്നങ്ങളോ നിങ്ങളുടെ പ്രശ്നങ്ങളോ ഒന്നും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, കുട്ടിയും പേരൻറ്റും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഗ്യാപ്പുണ്ട്, കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല,
കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, കുട്ടിയുടെ ജീവിത നിലവാരം താഴുന്നുണ്ട്, കുട്ടിയുടെ പഠനം താഴുന്നുണ്ട്. ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ഫോർ പേരൻസ് ടു ടേക്ക് എ ഗൈഡൻസ്. പേരൻസ് പോയിട്ട് ഒരു നല്ല ഗൈഡൻസ് എടുക്കുക. എങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്ലോട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതിലൊരു എക്സ്പേർട്ട് നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ ഈഗോ എല്ലാം വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ പല പേരൻസിനും അങ്ങനെ ഗൈഡൻസ് എടുക്കാനുള്ള ഒരു ഇഷ്ടമില്ല. അത് അത്തരം ആൾക്കാരുടെ മെൻ്റൽ ഹെൽത്ത് കുറവുള്ള ആൾക്കാർ ഗൈഡൻസ് എടുക്കാനൊക്കെ മടിക്കും. മാറ്റങ്ങൾക്ക് തയ്യാറാകാത്തവർ ഗൈഡൻസ് എടുക്കാൻ മടിക്കും. നേരെ മറിച്ചൊരു പോസിറ്റീവ് പേരൻ്റ് ആണെങ്കിൽ ആ പേരൻ്റ് എൻ്റെ കുട്ടിയെ എനിക്ക് രക്ഷപ്പെടുത്തിയേ പറ്റൂ. അതാണൊരു റിയൽ പേരൻ്റ് എന്ന് പറയുന്നത്. മാതൃത്വം, പിതൃത്വം, അതാണ് അവരിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. അല്ല അവരുടെ ഈഗോ അല്ല ഉയർന്നു നിൽക്കുന്നത്. ഇത് നമ്മൾ ഒരു ഗൈഡൻസ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുന്നത് എൻ്റെ ഈഗോയാണ് എൻ്റെ പിതൃത്വത്തെക്കാളും ഉയർന്നു നിൽക്കുന്നതെങ്കിൽ ഞാനൊരു ഗൈഡൻസ് എടുക്കാൻ തയ്യാറാവില്ല. അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ട് എന്താ ഗുണം, അവർക്കൊക്കെ എന്തറിയാം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. കുഴപ്പമില്ല, അതൊക്കെ ഒരു ഈഗോ സെൻട്രിക്കാണ്. കുട്ടികളെ രക്ഷപ്പെടുത്തണമെങ്കിൽ, എൻ്റെ കുഞ്ഞിന് ഒരു പ്രോബ്ലം ഉണ്ട്, അവനെ രക്ഷപ്പെടുത്താൻ ആരുമായിട്ടെങ്കിലും ഡിസ്കസ് ചെയ്യണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാകുന്നത് എൻ്റെ ആ പിതൃത്വം, എൻ്റെ മറ്റെല്ലാ ഇൻട്രസ്റ്റിനും മുകളിൽ നിൽക്കുമ്പോഴാണ്. എൻ്റെ മാതൃത്വം മറ്റെല്ലാ ഇൻട്രസ്റ്റിനും മുകളിൽ നിൽക്കുമ്പോഴാണ്. അപ്പം ഇത്തരത്തിലൊക്കെ നമുക്ക് ഇടപെടാൻ, നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെടാനോ അവരെ രക്ഷിക്കാനോ ഒക്കെ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ, ഇത് നിങ്ങൾ സമൂഹത്തിലെ ഒരു പ്രധാന വിഷയമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടുതൽ പേരൻസിലെത്തിക്കാനും ശ്രമിക്കുക. നമ്മുടെ ഈ ചാനലിലൂടെ ഒരുപാട് ഒരു പാരൻറ്റിങ് ആയിട്ടുള്ള ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നത് മാത്രം എടുക്കുക. എൻ്റെ എല്ലാ ആശയങ്ങളും, എൻ്റെ എല്ലാ ചിന്താഗതികളും ആരും കോപ്പി ചെയ്യേണ്ട. ഇത് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപാട് വായിച്ചും പഠിച്ചുമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ലോകത്ത് നടക്കുന്ന റിസർച്ചുകളെ ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കാവുന്നത് എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഓക്കെ, താങ്ക് യു. ഹാപ്പി ലിവിങ്.